ദേശീയ താല്പര്യത്തിന്റെ കാര്യത്തിൽ അങ്ങനെ കോൺഗ്രസ് എന്നോ BJP എന്നോ മറ്റു പാർട്ടികളെന്നോ ഉള്ള വ്യത്യാസമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് മുഖ്യം. അപ്പോൾ ഇന്ത്യയുടെ താല്പര്യം എന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യം എന്നുള്ളതല്ലല്ലോ. അതിനപ്പുറത്ത് രാജ്യത്തിന്റെ ആകെ താല്പര്യമാണ്. വിമർശനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമല്ലേ? BJP പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തുമാത്രം വിമർശനങ്ങൾ നരേന്ദ്രമോദി തന്നെയും ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണമുണ്ടല്ലോ, ഇന്ത്യൻ സൈനികരുടെ തല പാകിസ്ഥാൻ അറുത്തെടുത്ത സംഭവം. അന്ന് BJP ഉന്നയിച്ച ക്രിറ്റിസിസം എന്തായിരുന്നു? പാകിസ്ഥാൻ ഇന്ത്യൻ സൈനികരുടെ തല വെട്ടുമ്പോൾ ഇന്ത്യ പാകിസ്ഥാന് ബിരിയാണി വെച്ചു കൊടുക്കുകയാണ് എന്നുള്ളതാണ്. അന്നത്തെ ഡിഫൻസ് മിനിസ്റ്ററെ നേരിട്ട് ടാർഗറ്റ് ചെയ്തത് ഓർക്കുന്നുണ്ടല്ലോ. എന്ന് മാത്രമല്ല, ഇതുപോലെ ഇന്ത്യയെ സംബന്ധിച്ച് മുംബൈ ഭീകരാക്രമണം കഴിഞ്ഞ് നടന്ന ഏറ്റവും വലിയ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടായ സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം മിനിയാന്ന് നടന്നിട്ടുള്ളത്. നോക്കൂ, മുംബൈ ഭീകരാക്രമണം കഴിഞ്ഞ് 4 ദിവസത്തിനകം അന്നത്തെ ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീൽ രാജിവെച്ചു. ഇവിടെ അങ്ങനെ രാജിവെക്കണമെന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാർ അക്കൗണ്ടബിൾ ആകണമെന്നോ പോലും ആരും പറയുന്നില്ല. അല്ല അഭിലാഷ്, ഇതിൽ തർക്കിക്കാനും വഴക്കിടാനുമുള്ള സമയമല്ല ഇത്. ഇന്ത്യ ഒന്നിച്ച് നീങ്ങണം എന്ന നിലപാട് തന്നെയാണ് മോഡി ഗവൺമെൻറ്റിനുള്ളത്, BJPക്കുമുള്ളത്. പക്ഷേ അതിന് ആഗ്രഹമില്ലാത്ത ചില താല്പര്യക്കാർ വരുന്നു എന്നതാണ് പ്രശ്നം. പുറത്തൊന്ന് പറയുകയും അകത്ത് വേറെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പ്രസ്താവനയെക്കുറിച്ച് സൂചിപ്പിച്ചു. അദ്ദേഹം സുരക്ഷാ വീഴ്ചയുണ്ടെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. വെറുതെ രണ്ട് കേരളത്തിലെ ചില നിക്ഷിപ്ത താല്പര്യമുള്ള ചാനലുകൾ അതിനെ വളച്ചൊടിക്കാനുള്ള ഒരു ശ്രമം നടത്തിയെന്നതൊഴിച്ചാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു സംശയമില്ല. അതിപ്പോൾ നിങ്ങൾക്ക് വളച്ചൊടിക്കാനുള്ള അവകാശം എല്ലാ മാധ്യമങ്ങൾക്കും ഉണ്ട്, എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. അതിൻ്റേതായ നിലപാടുകൾ സ്വീകരിക്കാനുള്ള അധികാരം BJPക്കുണ്ട്, അത് അവർ ചെയ്യട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇവിടെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സമയമാണ്. അത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധവും ആയിക്കോട്ടെ, ഇപ്പോൾ ലഡാക്കിലെ പ്രശ്നമൊക്കെ ഉന്നയിക്കുന്ന കേട്ടുകൂടെ. ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം BJP സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യയുടെ 1 ഇഞ്ച് ഭൂമി നഷ്ടപ്പെട്ടിട്ടില്ല. 1 ഇഞ്ച് ഭൂമി. പണ്ട് കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന കാലത്ത് തന്നെയാണ് ഇത് മുഴുവൻ ചൈനയ്ക്ക് തീരെഴുതി കൊടുത്തത്. അതിനപ്പുറത്തേക്ക് 1 ഇഞ്ച് ഭൂമി ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ലഡാക്കിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ് കേണൽ ഡീനി. അദ്ദേഹത്തിന് എന്നേക്കാൾ നന്നായിട്ട് അത്തരം കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയും. അല്ലാതെ ഇതിൽ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കരുത്. അതിർത്തിയിൽ നമ്മൾ അതിർത്തി നിശ്ചയിക്കാൻ പോലും തയ്യാറായിട്ടില്ല. കാരണം അതിർത്തി നിശ്ചയിച്ചാൽ സംഘർഷമുണ്ടാകും എന്ന് പാർലമെൻറ്റിൽ പ്രസ്താവിച്ച ആളാണ് പഴയ AK ആന്റണി. അദ്ദേഹം പ്രതിരോധ മന്ത്രിയായ സമയത്ത്. പക്ഷേ മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം അങ്ങ് അരുണാചൽ മുതൽ ഇങ്ങേയറ്റം വരെ ഈ ചൈനീസ് അതിർത്തിയിൽ റോഡ് നിർമ്മിച്ച് നമുക്കിന്ന് ട്രാഫിക്കബിൾ സിറ്റുവേഷൻ ഉണ്ടാക്കി, സൈനികർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാക്കി, മോട്ടോറബിൾ റോഡ്സ് ഉണ്ട് അവിടെ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ അതിർത്തി സുരക്ഷിതമായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. 1 ഇഞ്ച് ഭൂമി നഷ്ടപ്പെടുത്തിയിട്ടില്ല. അതേ സമയത്ത് നമ്മുടെ മേലേക്ക് തലയിട്ട് ആക്രമിക്കാൻ വന്നാൽ ഒരു തരത്തിലും നമ്മൾ ആ സമയത്ത് നമ്മൾ മുഴുവൻ ജനതയും, രാജ്യത്തെ മുഴുവൻ ജനതയും ഒന്നിച്ചു നിർത്തും. പറയൂ രാജു പറഞ്ഞോട്ടെ സാറില്ല. ചോദ്യമാണ് ബഹുമാനപ്പെട്ട ശ്രീ KVS ഹരിദാസ്, ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഗാൽവനിൽ ഇന്ത്യൻ സൈനികർ 20 പേര് കൊല്ലപ്പെട്ടത് ഇന്ത്യൻ അതിർത്തിക്കകത്താണോ ചൈനയുടെ അതിർത്തിക്കകത്താണോ? അങ്ങ് ഇത് മാത്രം ഒന്ന് വ്യക്തമാക്കിയാൽ മതി. ഞാൻ ആവർത്തിച്ചല്ലോ, നമ്മുടെ അതിർത്തിക്കുള്ളിലേക്ക് ചൈന ഒരു കാലഘട്ടത്തിലും വന്നിട്ടില്ല, വരാൻ കഴിയുകയുമില്ല. ഒരു ഭാഗത്ത് അവർ ശ്രമം അങ്ങനെയാണെങ്കിൽ ഗുരുതരമായിട്ടാണ് അഭിലാഷ്, അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ ആരോപണമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചൈനയുടെ അതിർത്തി നമ്മൾ ലംഘിച്ചു എന്നാണ് പറയുന്നത് BJP പദ്ധതി. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. നിങ്ങൾ ബഹളം കൂട്ടല്ലേ, പൂർത്തിയാക്കട്ടെ. പഴയ കാലത്ത് കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന കാലത്ത് ഇന്ത്യൻ അതിർത്തി കടന്ന് ചൈന വന്നപ്പോഴൊക്കെ ചൈന അവിടെ അടിത്തറ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ തിരിച്ചു പോയിട്ടില്ല. രാജു പി നായരെ, നിങ്ങളുടെ കാലത്ത് ഇന്ത്യയിലേക്ക് ചൈനീസ് പട്ടാളം വന്നപ്പോൾ ആ ഭൂമി മുഴുവൻ അവർ സ്വന്തമാക്കി. മോഡിയുടെ കാലത്ത് അവർ കാലെടുത്ത് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. തർക്കിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം 2020 ചൈന
ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് നോക്കൂ കയറി വരികയും 2024 പ്രധാനമന്ത്രിയും ചൈനീസ് പ്രീമിയറും ഒക്കെ ചർച്ചകളൊക്കെ നടത്തി പിന്നീട് സെക്രട്ടറി തല ചർച്ചകൾക്ക് ശേഷം ഒക്ടോബർ 2024 ഒരു എഗ്രിമെന്റ് ഉണ്ടാവുകയും ഇന്ത്യയും ചൈനയും ഡീഎസ്കലേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചൈനീസ് പട്ടാളക്കാർ തിരികെ പോവുകയും ചെയ്തത്. ചൈനീസ് പട്ടാളക്കാർ 2020 ഇങ്ങോട്ട് കയറിയില്ലായിരുന്നെങ്കിൽ പിന്നെ അവർ ഇറങ്ങിപ്പോവില്ലല്ലോ. അവർ പിന്മാറിയത് പിന്നീടാണ് ഗാൽവൻ വാലിയിൽ നിന്ന്. അഭിലാഷേ ഞാൻ പറഞ്ഞ കേക്ക് അതുകൊണ്ട് അല്ല അഭിലാഷേ ഞാൻ പറഞ്ഞത് അത് വിശദീകരിക്കാൻ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളാണ് കേണൽ ഡിനി. അദ്ദേഹം ആ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ്സുകാരുടെ കാലത്ത് ചൈന എവിടെയൊക്കെ കയറി വന്നിട്ടുണ്ടോ അവരുടെ കീഴിലായിരുന്നു ആ സ്ഥലം മുഴുവൻ പിന്നീട്. പക്ഷേ മോഡിയുടെ കാലത്ത് അവർ കയറി വരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അല്ലാതെ നിങ്ങൾ 38,000 സ്ക്വയർ ചതുരശ്ര കിലോമീറ്റർ സ്ഥലമാണ് രാജു പി നായരെ ചൈനയ്ക്കും പാകിസ്ഥാനും എഴുതി കൊടുത്തത്. 38,000 സ്ക്വയർ ചതുരശ്ര കിലോമീറ്റർ സ്ഥലം മോഡി ഗവൺമെന്റ് ഒരു ഇഞ്ച് ഭൂമി കൊടുത്തിട്ടില്ല. അവർ സംശയമുണ്ട് ആ കാര്യത്തിൽ. ശരി എന്നെ സംബന്ധിച്ച് ഇപ്പോൾ മോഡിയുടെ ഇന്ത്യ, വാജ്പേയിയുടെ ഇന്ത്യ, ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യ എന്നൊന്നുമില്ല. നമ്മൾ ഇന്ത്യ എന്നുള്ള നിലയിൽ ഒറ്റ രാജ്യമാണ്.